ഹായ്, ഐ എം അക്ബർ. പ്രീവിയസ്ലി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ SLC ഒക്കെ കഴിഞ്ഞ് ഇനി +1 പോകുന്നവരോട് എനിക്കെന്താ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു ഇനി +2 പോകുന്നവരോട് എനിക്കെന്താ പറയാനുള്ളതെന്ന്. ബട്ട് ഒന്നാമത് ആ ഒരു വീഡിയോ ലെങ്ത് അധികമാണ്. അതിൻ്റെ കൂടി ഇതും കൂടി പറഞ്ഞാൽ ഓവർ ലോങ് ആവും. അറ്റൻഷൻ സ്പാനൊന്നും ഇല്ലാത്ത ഈ ഒരു കാലത്ത് ഇത്രയും ലോങ് വീഡിയോ ഒക്കെ ആരാ കാണുക? അതുകൊണ്ടാണ് ഇങ്ങനെ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വന്നത്. ആ ഒരു വീഡിയോ ലെങ്ത് അധികമായിട്ട് ഇൻട്രോ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇൻട്രോ വരെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തത്. അത് വിട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ ഇൻട്രോ ഞാൻ ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് തന്നെ വരാം. ഇൻ ദിസ് വീഡിയോ ഐ ആം ഗോണ ടോക്ക് അബൌട്ട് സം തിങ്സ് ദാറ്റ് ഐ വിഷ് ഐ ന്യൂ വെൻ ഐ വാസ് ഇൻ +2. സോ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബി ദ സീനിയർ യു നീഡഡ് വെൻ യു വെയർ എ ജൂനിയർ. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, നിങ്ങൾ +1 പഠിക്കുന്ന സമയത്ത് ഒരു ടൈപ്പ് ഓഫ് സീനിയർ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ ഒരു ചില്ലായിട്ടുള്ളൊരു സീനിയർ ഫ്രണ്ട് നിങ്ങളുടെ കൂടെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ബി ദാറ്റ് ഗൈ. വെറുതെ ആറ്റിറ്റ്യൂഡും പിടിച്ച് ഡ്രാമ കളിച്ച് അങ്ങനെ നടക്കണ്ട. ബി കൈൻഡ് ടു ദം. അവർ അറിയട്ടെ ഇങ്ങനെ സീനിയേഴ്സ് ഉണ്ട് എന്ന്. അവർ നിങ്ങളെ ഇൻസ്പയർ ആയിട്ട് ഫ്യൂച്ചറിൽ അവരെ കീഴിൽ വരുന്ന +1 സ്റ്റുഡൻസിനെയും അവർ ഇതുപോലെ തന്നെ ബിഹേവ് ചെയ്യട്ടെ. മനസ്സിലായി ഞാനെന്ത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? അതായത് സേ നോ ടു റാഗിങ്. നിർത്തി ഇതൊക്കെ. ശരിയാ, പണ്ട് മുതലേ ഉണ്ട് ഈ റാഗിങ് ഒക്കെ. പണ്ട് റാഗിങ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഉള്ള പോലെ എക്സ്ട്രീം കണ്ടീഷനിലല്ല പോയിക്കൊണ്ടിരുന്നത്. വളരെ ഫണ്ണായിട്ടാണ് അവർ കണ്ടിരുന്നത് പണ്ടൊക്കെ. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ ഓർമ്മയിലുണ്ടാകുക. അധികം റാഗിങ്ങിനോ ഫൈറ്റിങ്ങിനോ ഒന്നും പോകണ്ട. പിന്നെ വേറൊരു കാര്യം എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരു ഐഡിയ മൈൻഡിലുണ്ടാവണം, ഒരു ഗോൾ ഉണ്ടാവണം. ബിസിനസ് തുടങ്ങണം, ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി പഠിക്കണം, ട്രേഡിങ്ങിനെ പറ്റി പഠിക്കണം, അതൊന്നല്ല ഞാനിവിടെ പറയുന്നത്. അറ്റ്ലീസ്റ്റ് 9 to 5 ആണെങ്കിൽ 9 to 5 ഇറ്റ്സ് നോട്ട് ബാഡ്. ഈ ഒരു 9 to 5 ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ഈ പറഞ്ഞ ഹൈ ഇൻകം സ്കില്ല് പഠിക്കാമല്ലോ. അത് പഠിച്ച് മുന്നോട്ട് പോവാം. അതുകൊണ്ട് ബിസിനസ് പഠിക്കണം, ഹൈ ഇൻകം സ്കില്ല് പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉഴപ്പി നടക്കണ്ട. നല്ല രീതിക്ക് പഠിക്കാൻ വേണ്ടി നോക്കുക. ഒരു ഗോൾ ഉണ്ടാവണം. ലൈഫിൽ ഒരു ഗോളും ഇല്ലാണ്ട് നിങ്ങൾ പോയിട്ട് +2 പഠിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അതൊരുമാതിരി ഈ എവിടെ ഇറങ്ങണ്ടേന്ന് അറിയാണ്ട് ഒരു ബസ് കയറുന്ന പോലെയാണ്. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ഗോൾ ഉണ്ടാവണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്തതെന്ന് വിചാരിക്കുക. ഹ്യൂമാനിറ്റീസ് എടുത്താൽ എന്തൊക്കെ സ്കോപ്പ് ഉണ്ട്, ഏതൊക്കെ കരിയർ നമുക്കുണ്ട്. IAS, IPS, ലോയർ, ടീച്ചർ, ജേർണലിസ്റ്റ്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് സ്പാർക്ക് തോന്നുന്നത് ആ ഒരു കരിയറിനെ പറ്റി കൂടുതൽ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ലോക്കിൻ. പിന്നെ ഒന്നും നോക്കണ്ട, അതിലേക്കങ്ങ് പോയാൽ മതി. എന്താണെങ്കിലും സയൻസ് എടുത്താണെങ്കിൽ ആ ഒരു സ്ട്രീമിൽ ഏതൊക്കെ കരിയർ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. കൊമേഴ്സ് ആണെങ്കിൽ അങ്ങനെ. +2 ഒക്കെ വേഗം കഴിയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു കൊല്ലം ഉണ്ടെന്നൊക്കെ പറയാനുണ്ട്. എൻ്ററായി കഴിഞ്ഞാൽ പറക്കും ദിവസമല്ലോ. സോ നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് കുറച്ച് അവെയർ ആകുക, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് വെക്കുക ഫ്യൂച്ചറിനെ പറ്റി വെറി ചെയ്യാൻ. ശരിയാണ്, പാസ്റ്റും ഫ്യൂച്ചറും ആലോചിച്ചിട്ട് അങ്ങനെ വെറീഡ് ആവാൻ പാടില്ല. ആങ്സൈറ്റി അത്ര നല്ലതല്ല എന്നൊക്കെ കുറേ കോട്ടൊക്കെ ഉണ്ട്. എങ്കിലും സ്പെൻഡ് സം ടൈംസ് ടു വെറി അബൌട്ട് യുവർ ഫ്യൂച്ചർ. എൻജോയ് ഒക്കെ ചെയ്യണം, ശരിയാണ്. എന്നാലും ആ ഒരു ബ്ലൂ പ്രിൻറ്റ് മൈൻഡിലുണ്ടെങ്കിൽ വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാം. എന്നിട്ട് നിങ്ങളൊരു ബസ് കയറി ടിക്കറ്റ് എടുത്ത് അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ഒടുക്കത്തെ കോൺഫിഡൻസ് ആയിരിക്കും. നല്ല കംഫർട്ടിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാനും പറ്റും. കാരണം എന്താ, യു നോ വേർ ആർ യു ഗോയിങ്. അതാ പറഞ്ഞത്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ പറയാനുള്ളത് ലേൺ അബൌട്ട് മണി. യെസ്, ഫിനാൻഷ്യൽ ലിറ്ററസി അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് സ്കൂളിൽ നിന്നൊന്നും കിട്ടൂല. സോ ഓൺലൈനായിട്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ ആ ഒരു ഫിനാൻഷ്യൽ നോളജ് ഉണ്ടാക്കാൻ നോക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പഠിക്കുക, ട്രേഡിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി നോക്കുക ബേസിക്കായിട്ട്. എന്നിട്ട് ചെയ്ത് പഠിച്ചാൽ മതി, അത്ര കൊണ്ടു. പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോബിന് പോകും, അതൊന്നും അത്ര മോശമായിട്ട് കാണണ്ട. ഈ കാറ്ററിംഗ് ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിൽക്കുന്നതായാലും അതൊന്നും അത്ര മോശമായിട്ട് കാണണ്ട ഒരിക്കലും. സോ അതിനൊക്കെ പോവുക, മണി ഏൺ ചെയ്യുക, കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുക. ഫുൾ ടൈം ചില്ലായിട്ട് പിള്ളേരൊപ്പം ലൈഫൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ ലാസ്റ്റ് നിങ്ങൾ റിഗ്രറ്റ് അടിക്കും. സോ അധികമൊന്നും നിങ്ങളോട് പറയാനില്ല, നിങ്ങളോട് അത്രേ പറയാനുള്ളൂ. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി +1 കഴിഞ്ഞിട്ടല്ല ഇനി +2 പോകുന്നത്. അപ്പോൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അങ്ങനെ പഠിക്കണം. ബിക്കോസ് നമ്മൾ ജീവിതത്തെ സമീപിക്കുമ്പോൾ മറച്ച് നോക്കാൻ പറ്റാത്തൊരു പുസ്തകമായിട്ട് നോക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ കയ്യിലൊരു ബുക്കുണ്ട്, അത് നിങ്ങൾക്ക് മറച്ച് നോക്കാൻ പറ്റൂലെങ്കിൽ എത്ര കെയർഫുള്ളായിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു ബുക്ക് വായിക്കുക. അതുപോലെ കെയർഫുള്ളായിട്ട് ജീവിക്കുക. ഇത് പറയാൻ എളുപ്പമാണ്, ഈ പറയുന്ന എന്നെക്കൊണ്ട് പോലും പറ്റൂല. പിന്നെ കോണയടിക്കാൻ പൈസയൊന്നും കൊടുക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ അത് മൈൻഡിൽ വെക്കുക. എങ്ങനെയുണ്ട് ഈ സെറ്റപ്പ്? സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പിന്നെ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കല്ലോ, ഓരോ വീഡിയോ. ഇപ്പം എല്ലാം എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇപ്പം ഞാൻ ആരും ആയിട്ടില്ല. കുറച്ച് ഫേമസ് ആയി, കുറച്ച് പോപ്പുലർ ആയാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പം എന്ത് കളിയും കളിക്കാം വീഡിയോ ഉണ്ട്. ഓക്കെ.
അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.